ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ 2 ദിവസം മുമ്പിട്ട് കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു, ഷോർട്സുകൾ. അപ്പോൾ അതിൻ്റെ കുറേ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ച് വർക്കുകൾ ഞാൻ കാണിച്ചുതരാം. ഇതൊക്കെ വണ്ടി കേട്ടോ, ലോറിയിൽ എല്ലാം ഫിറ്റാക്കിക്കുന്നത്. ലോറീൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ റൂമാണിത്, സ്റ്റിയറിങ് റൂം. അത്യാവശ്യം ബൊമ്മകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേതോ കോളേജിൻ്റെ പരസ്യമാണ്. ഈ കർണാടക വായിക്കാൻ അറിയാത്തത് കൊണ്ട് വലിയ പിടിയില്ല, എന്നാലും ഇത് കോളേജിൻ്റെ ആണെന്ന് മനസ്സിലാക്കാം. ഇത് കാണാനൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്രഭാവം പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കർണാടകയിൽ എഴുതിയ കൊണ്ട് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. രൂപങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതേ ഇവിടെ ഒരു ചേച്ചി, അപ്പുറത്തൊരു പശുവിനെ കറക്കണത്, ഒരു ചങ്ങായി ആട് മേയ്ക്കണത്, അതിൻ്റെ അപ്പുറത്തത് ഒരു കാറ്, ഒരു തട്ടുകട, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നാളെ ടാബ്ലോയിൽ ഇങ്ങനെ നഗരപ്രദക്ഷിണത്തിനുള്ളതാട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നാളെയാണ് ടിക്കറ്റ് എടുത്ത് കാണുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. കുറച്ചൊക്കെ പണി നടക്കുന്നുണ്ട്, ഇനിയും കുറേ ബാക്കി പൂർത്തിയാവാനുണ്ട്. നാളെ വൈകുന്നേരത്തേക്കാണ് എല്ലാം പൂർത്തിയാവുള്ളൂ. ഇത് 2 മലേൻ്റെ മേലെ കൂടെ ട്രെയിന് പോകുന്നതാണ്. ഇതൊരു വെറൈറ്റി ഐറ്റംസ് ആണ്, ഇത് നോക്കണം. ഇത് ആ ഒരു പെണ്ണിൻ്റെ തല, പശുവിൻ്റെ കൊമ്പ്, പശുവിൻ്റെ ബോഡി, മയിലിൻ്റെ വാല്, തല ഒക്കെ ഉണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഇങ്ങനൊരു സാധനം. അതിൻ്റെ പുറത്ത് ഒരു ഹനുമാനുണ്ട്, കുറേ ദേവീൻ്റെ ഇതും വിഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ നാളെ ഇവിടെ വന്ന തിക്കും തിരക്കിൽ ടിക്കറ്റ് എടുത്തിട്ട് കാണുന്ന സംഭവങ്ങളാട്ടോ. നിങ്ങൾക്ക് ഈ ലൈവായിട്ട് ഇവിടെ ഞാൻ ഇപ്പം ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഞാൻ ഇതൊക്കെ ഇപ്പോൾ എടുക്കുന്നുണ്ടെങ്കിലും രാത്രി തന്നെ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാം. ചേച്ചി വെള്ളം പിടിക്കുന്നുണ്ട്. ഇതാ വീടുകൾ, വീടുകളുണ്ട്. ആൾക്കാർ ഇതൊക്കെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. ചേച്ചി പൈപ്പിൽ വെള്ളം പിടിക്കുന്ന ഒരു പശു. ഇത് അവിടെ ഒരു കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 3 തലമുള്ള കരടി, അതിൻ്റെ ഒപ്പം ഒരു കടുവ, അതിൻ്റെ ഇപ്പുറത്തൊരു സിംഹം. സിംഹത്തിനെ കാണിച്ചത് സിംഹം. പിന്നെ ഇപ്പുറത്തതാ മയില്, മാന്, കരടി, അതിൻ്റെ കൂടെ ഗാന്ധിജി. കരടിയൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട്. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കാണാം, ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്നുള്ള അറിയണമെങ്കിൽ. ഇതാ ഇതിൻ്റെയൊക്കെ പെയിൻ്റ് അടിക്കാത്ത രൂപങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. സംഭവം എന്താണെന്ന് എനിക്ക് അതൊരു അമ്പലമാണ്. ഇതൊരു അമ്പലം. ഇവിടെ ഒരു കുത്തുവിളക്കിൻ്റെ പെയിൻ്റ് അടിച്ചിട്ടില്ല. വലിയൊരു അമ്പലത്തിൻ്റെ ഉണ്ടാക്കി മാതൃക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കോട്ട, മൈസൂർ കോട്ട. കോട്ടേൻ്റെ വാതിൽക്ക് ഒരു ആനയൊക്കെ ഉണ്ട്. കോട്ടേൻ്റെ ഫുൾ ഇതൊക്കെ എല്ലാ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ ചുറ്റുഭാഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കോട്ടേൻ്റെ. കോട്ടയൊക്കെ സെറ്റപ്പ് അല്ലേ മൈസൂർ കോട്ട. ഇത് മരുത്വാമലയും ഹനുമാൻ ഇതൊക്കെ ഉണ്ടാക്കിയ അണ്ണനാട്ടോ. അത് കന്നഡ വായിക്കാൻ അറിയണവർ വായിച്ചോളി. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഒരു രഥമാണ്, രഥം. അടിപൊളിയല്ലേ? അതിൻ്റെ അപ്പുറത്ത് കൊണ്ടിട്ടോ കുറേ രഥങ്ങളും അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. അടിപൊളി സംഭവങ്ങളല്ലേ? ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ സബ്സ്ക്രൈബും ചെയ്യണം. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ വന്ന് എടുക്കുന്ന കണ്ടില്ലേ? എന്താ നിങ്ങൾ ഞാൻ ഇതാ ഇതേതോ ഒരു ഗുരുവാണ്. ഇതൊക്കെ എന്താണ് ഏതാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. നിങ്ങൾക്ക് അറിയണവരൊക്കെ ഉണ്ട്, കമൻ്റൊക്കെ ചെയ്യുക. ആ ഗുരുവിൻ്റെ ബാക്കിലുള്ള ഒരു അമ്പലം, നന്ദികേശൻ, ശിവൻ. സംഭവം അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസും അതുപോലെ തന്നെ ചാക്ക്, പുല്ല്, തകിരി കണ്ടോ, അതൊക്കെ വെച്ചുണ്ടാക്കിയുള്ള സാധനങ്ങളാണ്.
തെർമോക്കോള്, ഷൂവിൻ്റെ മേലെ കയ്യോ വെട്ടി അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഗാന്ധിജി ഇവിടെ ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെരുപ്പുണ്ട്, കയ്യുണ്ട്. ഇതൊക്കെ എന്താ നോക്കിക്കോളെ. മുതലാളിയും പണിക്കാരൊക്കെയാണ്. വനദേവത, ഇത് പൊള്ളി ഐറ്റം, അടിപൊളി. മയിലുണ്ട്, മാനുണ്ട്, ആമുണ്ട് ഇവിടെ. വനദേവത കേട്ടോ. അതിൻ്റെ മേലെ ഒരു പുലിയൊക്കെ ഉണ്ട്. ഒരു പുലിയുണ്ട് ഇവിടെ. മല, വെള്ളച്ചാട്ടം. ഇവരാണ് ഇതിൻ്റെ പണിക്കാർ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ദൂരം നിന്ന് കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയല്ലേ? ഈ മലേൻ്റെ ഇത്രയും സൗന്ദര്യമുള്ള സാധനം നമ്മൾ മനുഷ്യന്മാർ വന്ന് നശിപ്പിച്ചതിൻ്റെ ഒരു സൂചകമാണ്. ഇതാ ഇവിടെ കാണുന്നത് കണ്ടോ. ഇവിടുന്ന് പച്ചപ്പ് നല്ല ഭംഗിയുള്ള സ്ഥലം ഉണങ്ങി 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 വന്ന് ഇതാ മനുഷ്യന്മാരെ കയ്യിലെത്തി. ബിൽഡിങ്ങുകളും പൈപ്പും. പിന്നെ ഇതാ ഇതിൻ്റെ ഇപ്പുറത്ത് ഗാന്ധിജിയൊക്കെ ഉണ്ട്, ചർക്ക പിടിക്കുന്നത്. ഇത് ഗാന്ധിജീൻ്റെ പണിയൊന്നും കഴിഞ്ഞില്ല. ഗാന്ധിജി ആ ചർക്കൊക്കെ ഉണ്ട്. അതിൽ ഇതാ ഏതൊരു എഞ്ചിനീയറിൻ്റെ തലമണ്ടയിലാണ് ബിൽഡിങ്ങിൻ്റെ ഒക്കെ രൂപമുള്ളത്. ഇത് 2 സ്ത്രീകൾ നെയ്യുന്നതാണ് കേട്ടോ. ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ടേ ലൈറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് കുറേ വെള്ളയിട്ട് ആൾക്കാർ കൊടിയുയർത്തുന്നതാണ് സംഭവം. കൊടിയൊന്നും നടുവിൽ വെച്ചിട്ടില്ല, കൊടിമരൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് പഠിക്കേണ്ടത്. ഇതൊരു നേഴ്സിൻ്റെ ചിത്രമാണ്. നേഴ്സിൻ്റെ പുറകിൽ കാണുന്നത് കണ്ടോ എന്താണെന്നുള്ളത്? പ്ലാസ്റ്റിക്, മറ്റുള്ള വേസ്റ്റ് സാധനങ്ങൾ, അതിൽ നിന്ന് വരുന്ന രോഗത്തിനെ കുറിച്ച് എന്തൊക്കെയാണ് സംഭവം. കന്നഡയിലാണ് മൊത്തം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വായിക്കാനൊന്നും വലിയ പിടികിട്ടണില്ല. ഇവിടെയൊക്കെ ഇതിൻ്റെ വർക്ക് നടന്നുണ്ട് കേട്ടോ. ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതിൽ കയറ്റി വെക്കാനുള്ളതാണ്. ഏതൊരു 500-ൻ്റെ നമ്പറൊക്കെ എഴുതിയിട്ട് സംഭവം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ പണിക്കാരതാണ്ടോ. സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നാളെ വൈകുന്നേരം 4 മണിക്കാണ് ഇതിൻ്റെ റോഡ് ഷോ ഉണ്ടാകുന്നത്. അപ്പോഴത്തേനും ഇവിടെയൊക്കെ സെറ്റ് ചെയ്യണം. ഈ അടിപൊളി സാധനം കാണിച്ചു തരാം. ഇതുണ്ടോ, ഒരു മഞ്ഞുമലയാണ്. മഞ്ഞുമല അല്ല കേട്ടോ ഇത് സംഭവം. ഇത് പട്ടുനൂൽ കൃഷി നടത്തുന്ന ഒരു സംഭവമാണ്. മുകളിൽ പട്ടുനൂലിൻ്റെ പുഴുണ്ട്. ഇതാ പട്ടുനൂല് എടുക്കുന്നത്. അതിൻ്റെ ഒരു മുതലാളി ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ പട്ടുനൂൽ കൃഷി ചെയ്യുന്നതിൻ്റെ ഇതാ മൾബറി തൈകൾ, അതിൽ നിന്ന് നൂലെടുക്കുന്നത്, അതൊക്കെ കെട്ടി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അടിപൊളിയല്ലേ? ഇതൊരു പള്ളിയാണ്. പള്ളീൻ്റെ ഇപ്പുറത്ത് നല്ല പച്ചപ്പിൻ്റെ അവിടുന്ന് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഇതാ വരണ്ടുണങ്ങിയ ഭൂമി, പ്ലാസ്റ്റിക്കും വേസ്റ്റും മറ്റു സാധനങ്ങളൊക്കെ ഇട്ട് വരണ്ടുണങ്ങി ഫുള്ള് ബിൽഡിങ്ങുകളായിട്ടുള്ള ഒരു ഭൂമി. അത് 2 ഐറ്റം ഒറ്റ വണ്ടിയിൽ, പച്ചപ്പും ഉണങ്ങിയതുമായിട്ടുള്ള ഒരു വ്യൂ. ഇതേതോ രാജസ്ഥാനിലെ ട്രഡീഷണലാട്ടോ. ഒരു ആൽമരത്തിൻ്റെ തറ. അതിൽ ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാരപ്പുറത്തുനിന്ന് കാണിച്ചു തരാം. എല്ലാവരും ഇരുന്നിട്ട് ഓരോ എന്തൊക്കെയോ ചെയ്യുന്നൊക്കെ ഉണ്ട്. ആളുകൾ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ആൾക്കാരുള്ളത്. ഈ സംഭവം എന്താ അറിയുമോ? ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ് ഓഫ് എക്സലൻസ്. ഇതെന്തിനു കിട്ടിയതറിയോ? മോസ്റ്റ് വുമൺ പാസഞ്ചേഴ്സ് ട്രാവൽ ഇൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സസ് എന്ന് പറഞ്ഞാൽ ഇവിടെ KSRTCയിൽ പെണ്ണുങ്ങൾക്ക് യാത്ര ഫ്രീ ആണ്, ലേഡീസിന്. കർണാടകയിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാവർക്കും ബസ്സിൽ യാത്ര ഫ്രീ ആണ്. അതിനെക്കുറിച്ച് ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയതിൻ്റെ ഒരു ഇതാണ് ഇവർ കാണിക്കുന്നത് കേട്ടോ.
അതിലൊരു ബസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അടിപൊളി KSRTC ബസ്. ബസ്സിൽ കയറാൻ പെണ്ണുങ്ങൾ ക്യൂ നിൽക്കുന്നത്. ബസ്സിൻ്റെ ഉള്ളിൽ ഫുള്ള് പെണ്ണുങ്ങളെ ഫോട്ടോ വെച്ചുള്ളത്. പെണ്ണുങ്ങൾ, കണ്ടക്ടർ പെണ്ണുങ്ങൾ. ഇത് ജെറ്റ് കേട്ടോ, ജെറ്റ് വിമാനം. അതുപോലെ തന്നെ ഇതൊക്കെ പട്ടാളക്കാരുടെ മിലിറ്ററി വാഹനങ്ങൾ, മിലിറ്ററി വണ്ടികളാണ്. മിലിറ്ററിൻ്റെ ഹെലികോപ്റ്റർ, ജെറ്റ്, എയറോപ്ലെയിന്, എല്ലാ സാധനങ്ങളും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ. പ്ലൈവുഡും അതുപോലെ തന്നെ തെർമോക്കോള് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു മേൽപ്പാലത്തിൻ്റെ ഒരു മാതൃക അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ രാജാവൊക്കെ ഉണ്ട്, ഏതൊരു കോട്ടയാണെന്ന് തോന്നുന്നു. രാജാവിൻ്റെ പേരൊന്നും അറിയില്ല, ഇവിടെ എഴുതിച്ചിട്ടില്ല. കോട്ടയിൽ രാജാവ്. ഇത് ഇവിടുത്തെ പോലീസും വനിതാ പോലീസിൻ്റെ ഒരു മാതൃകാ പോലീസ് സ്റ്റേഷൻ്റെ ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഒരു മുഖം ആണിയും കയറ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയതുണ്ടോ, മടഞ്ഞുണ്ടാക്കിയത് കണ്ടോ. ആണിയുമ കയറ് ചുറ്റിയിട്ട് പെയിൻ്റ് അടിച്ച് ഉണ്ടാക്കിയതുണ്ടോ. അതിൻ്റെ അപ്പുറത്തൊരു സാധനം ഉണ്ട്. ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പുസ്തക വായന നിന്നു. അതുപോലെ തന്നെ കുറേ കമ്പ്യൂട്ടർ ഇതൊക്കെ ഉള്ളതിൻ്റെ ഫുള്ള് ഫോണക്കളീൻ്റെ ഒരു സംഭവം. കളിക്കാൻ പോണ കുട്ടികളത് പേന, മയക്കുമരുന്ന്, ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ സംവിധാനങ്ങൾ, അതൊക്കെ മയക്കുമരുന്ന്, ഇഞ്ചക്ഷൻ, സിഗരറ്റ്, ഇതൊക്കെയാണ് പിടിക്കുന്നത്. ഇതൊക്കെ പിടിച്ചിട്ട് വായന മറന്നു പോണതിൻ്റെ ഒരു സംഭവമാണ് അത് കാണിച്ചുള്ളത് കേട്ടോ. ഇത് കാട്ടാനേൻ്റെ ആനയായിട്ട് യുദ്ധം ചെയ്യുന്നൊരു സംഭവം. പണ്ട് കാലത്ത് കോട്ടയിൽ നടന്നുകൊണ്ടിരുന്നതൊക്കെ നമുക്ക് പറയുന്നത്. ഒരു മല്ലൻ ആനയായിട്ട് യുദ്ധം ചെയ്യുന്നു. ഒരു കോട്ടേൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാലം ഉയർന്നു കൊണ്ടുവന്നതിൻ്റെ എന്തൊക്കെ സംഭവമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് പാലം പൊങ്ങുന്നുണ്ട്, താഴുന്നുണ്ട്. ഡാമിൻ്റെ ആണെന്ന് തോന്നുന്നു. ഡാമിൻ്റെ അതിൻ്റെ സൈഡ് ഡാം മേലക്കൂടെ തീവണ്ടി പോകാനുള്ള. ഇത് നന്ദിനി പാലിൻ്റെ കേട്ടോ, ഡയറി മിൽക്ക്. നന്ദിനി പാലിൻ്റെ ഡയറി മിൽക്കിൻ്റെ പരസ്യമാണ്. രണ്ട് കുട്ടികളവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതാ ഒരു പശു, വീടിൻ്റെ മുറ്റത്ത് പശുവുണ്ട്. വീട് ഇപ്പുറത്ത് നല്ല അടിപൊളിയായിട്ട് പുല്ല്, പച്ചപ്പുല്ലിൻ്റെ മേലെ രണ്ട് പശുക്കൾ, ഒരു ചേച്ചി പാല് അളക്കുന്നു. ഇത്രയും സംഭവങ്ങൾ.